ചോദ്യങ്ങൾ ഉന്നയിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതെന്താ സിസ്റ്ററെ, അണ്ണാക്കിൽ പിരിവെട്ടിയോ? ഉത്തരം പറയടോ ചോദ്യങ്ങൾക്ക്. അല്ല, ഈ സ്കൂളിനെ കുറിച്ച് മുൻപ് വല്ല പരാതിയും ഉണ്ടായിട്ടുണ്ടോ? 2008 നവംബർ 29. 2 ശിരോവസ്ത്രങ്ങൾ, 2 നിയമം, 2 നീതി. എന്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എന്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. എന്നാ പിന്നൊന്ന് തല മറച്ചേക്കാം. ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലാൽ നിന്നെ ഹിജാബില് തുന്നിയതാരേ. ബൈബിളില് പറഞ്ഞിട്ടുണ്ടോ കന്യാസ്ത്രീ തട്ടമിടണമെന്ന്? ബിക്കിനി ഇട്ടാലും പോരെ? ഇന്നാള് ഇത് ധരിക്കണമെന്നുള്ളത്, ഈ മതത്തിൽപ്പെട്ടവർ ഇത് ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. ശിരോവസ്ത്ര വിവാദത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് സെന്റ് റീത്ത സ്കൂളിന് തിരിച്ചടി. ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഉത്തരവിന് സ്റ്റേയില്ല. തട്ടമിട്ട് സ്കൂളിൽ വന്ന കുട്ടിയുടെ മാതാപിതാക്കൾ മതമൗലികവാദികളും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരും പിന്തിരിപ്പന്മാരുമൊക്കെയാണോ? ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലില് ഡോക്ടർ അരുൺകുമാർ അദ്ദേഹത്തിന്റെ മോർണിംഗ് ഷോയില് ഇദ്ദേഹം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി 4 തവണയോളം ഹിജാബിന്റെ വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. മാത്രമല്ല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ. അദ്ദേഹത്തിന് 4 പെൺകുട്ടികളുണ്ട്. അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ലണ്ടനില് ന്യൂട്രീഷൻ കോഴ്സിന്, ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സിന് PGക്ക് പഠിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ റഷ്യയില് MBBS കോഴ്സിന് പഠിക്കുകയാണ്. എന്തായാലും കുട്ടിയുടെ പഠിത്തം മുടക്കിയപ്പോ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശം 13-കാരിക്ക് നിഷേധിച്ചപ്പോ, പഠിക്കാനുള്ള അവകാശം നിഷേധിച്ച് പീഡിപ്പിച്ച് നാണം കെടുത്തി ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോ എല്ലാവർക്കും തൃപ്തിയായല്ലോ അല്ലെ? TC മേടിച്ചു പോവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. തലയിൽ തട്ടമിട്ട കന്യാസ്ത്രീ തലയിൽ തട്ടമിട്ട 13-കാരിയെ നോക്കി പറഞ്ഞു. Anyway, we have to get the response of the parents. അല്ല, എന്ത് തേങ്ങയാണ് ഈ സ്ത്രീ പറയുന്നത്? ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടല്ലോ. ഇവര് ആ സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ്. ഇവിടെ ഇംഗ്ലീഷ് പറയേണ്ട യാതൊരു ആവശ്യമില്ല. എന്നിട്ടും തന്റെ കഴിവ് പാണ്ഡിത്യം തെളിയിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പറഞ്ഞപ്പോ മുഴുവൻ തെറ്റു പറയുന്നു. എന്തിനാ ഇപ്പൊ ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട്? ഈ പൊട്ട ഇംഗ്ലീഷ് എന്തിനാണ് ഇവരിവിടെ പറഞ്ഞത്? Anyway, we have to get the response of the parents. പാരന്റിന്റെ റെസ്പോണ്ട് എഴുതി മേടിച്ച് അതും കൂടെ ഇനി നാളെ ഒരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അല്ല സ്ത്രീയെ, തട്ടമിടലൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇത് പള്ളിക്കൂടല്ലേ, വിദ്യാലയം. ആദ്യം പോയി കുറച്ച് ഗ്രാമറും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചിട്ട് വാ. എന്നിട്ട് കുട്ടികളെ മര്യാദയ്ക്ക് പഠിപ്പിക്കാം. അവനവന്റെ ജോലി ആദ്യം ചെയ്യും. അത് കഴിഞ്ഞിട്ട് മതി വർഗീയ വിഷം ചീറ്റലും അപരമത വിദ്വേഷവും വിചാരണയും 13-കാരിയോട് പ്രതികാരം ചെയ്യലും ഒക്കെ. ആദ്യം സ്വന്തം പണി നന്നായിട്ട് എടുക്കുക. ഒരു മിനിറ്റ്, ഇതൊന്ന് കട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എനിക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻ അല്ല. അല്ല, ഇതേതായി മരഭൂതം? പ്രശ്നം കൂടുതൽ ആളി കത്തിക്കുകയാണ് അങ്ങയുടെ വാക്കുകൾ. കാരണം ഇത് അങ്ങൊരു കോൺഗ്രസ് അനുഭാവിയാണെന്ന് കൂടി പറയുന്നു. നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ മതം അല്ലെങ്കിൽ എന്റെ ഒരു അഡ്വക്കേറ്റിന്റെ റോളിൽ നിന്ന് സംസാരിക്കാനുള്ള എന്റെ ഫ്രീഡത്തെ കുറിച്ചല്ല ഇവിടെ സംസാരിച്ചത്. ഒരു മിനിറ്റ്, ഇതൊന്ന് കട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എനിക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻ അല്ല. സോഷ്യൽ മീഡിയ പറയുന്നത് ഇവർ പ്രതിപക്ഷ നേതാവിന്റെ സോഷ്യൽ മീഡിയ നോക്കുന്ന ആളാണെന്നൊക്കെയാണ്. എനിക്കറിയാൻ പാടില്ല. ഇത് അങ്ങൊരു കോൺഗ്രസ് അനുഭാവിയാണെന്ന് കൂടി പറയുന്നു. നോക്കൂ, ഒരു മിനിറ്റ്, ഇതൊന്ന് കട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എനിക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻ അല്ല. അല്ല, അപ്പൊ ഈ സ്കൂളിന് PTA പ്രസിഡന്റ് ഒന്നും ഇല്ലേ? ഉണ്ട് കേട്ടോ. കാസക്കാരനാ, നല്ല അസല് കാസക്കാരൻ, ജോസ് കൈതവളപ്പിൽ. അതാണപ്പോ ഈ മൊത്തത്തിലുള്ള ഈ വിഷം കലക്കലിന്റെ കാരണം. പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കട്ടെ, അതിന് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ലല്ലോ. ഈ 11 മണിക്ക് കുട്ടിയുടെ പിതാവിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ആര് വിളിച്ചു എന്നുള്ളത് പറഞ്ഞാലേ അതിന് മറുപടി പറയാൻ പറ്റില്ല. നിയമമുള്ളത് എന്തിനാണ്? നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടില്ലേ? ആ നിയമം ഞങ്ങളുടെ പരീക്ഷയ്ക്ക് ആ നിയമം ഞങ്ങൾ ഉപയോഗിക്കും. അല്ല, ഈ സ്കൂളിനെ കുറിച്ച് മുമ്പ് വല്ല പരാതിയും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. 2008 നവംബർ 29 വേദപഠന ക്ലാസ്സിൽ നിർബന്ധിച്ച് കുരിശ് വരപ്പിക്കരുത് എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായിരുന്നു ആ സ്കൂളിൽ നടന്നത്? മറ്റു മതത്തിൽപ്പെട്ടവരെ നിർബന്ധിച്ച് കുരിശ് വരപ്പിക്കുക. പരാതിക്കാരി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ UKG വിദ്യാർത്ഥിനിയുടെ മാതാവ് ഷെമീന. അടിപൊളി. ഇവര് കുറെ കാലമായിട്ട് എല്ലാരും കുരിശ് വരയ്ക്കാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ, നിർബന്ധപൂർവം. അപ്പോഴാണ് ഒരു കുട്ടി ക്ലാസ്സിൽ തട്ടമിട്ട് വന്നതും കന്യാസ്ത്രീക്ക് കൺട്രോള് പോയതും ഇപ്പൊ ഈ കാണുന്ന വിവാദമൊക്കെ ഉണ്ടായതും.
അങ്ങനെ കേരളത്തിലും ഹിജാബ് വിവാദം എത്തിയിരിക്കുകയാണ്. സംഘികൾ ആഹ്ലാദ നൃത്തം ചവിട്ടുകയാണ്. അവർക്കൊരു സുവർണ അവസരം വീട് കിട്ടിയിരിക്കുകയാണ് എന്ന് വെച്ച് നമുക്കിത് സംസാരിക്കാതിരിക്കാനൊന്നും പറ്റില്ല. അവസരം ഒരുക്കി കൊടുത്തത് ആരാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒരു കാര്യവുമില്ലാതെ പൊട്ട ഇംഗ്ലീഷ് പറയുന്ന ആ ടീച്ചർ ഉണ്ടല്ലോ, ആ കന്യാസ്ത്രീ, അവർ ഈ ഉടുപ്പുമിട്ട് ഇതേ ഉടുപ്പിട്ട് നോർത്ത് ഇന്ത്യയിൽ ഇറങ്ങി നടന്നാൽ ഇതേ സംഘികളുടെ കയ്യിൽ നിന്ന് തല്ലും കിട്ടും. മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ജയിലിലും കിട്ടും. ഇതുപോലെ നിർബന്ധമായി കുരിശ് വരയ്ക്കാനൊക്കെ ഒന്ന് പഠിപ്പിച്ചാൽ മതി, ജയിലിൽ പോവും. എങ്ങനെയുള്ള നോർത്ത് ഇന്ത്യയിൽ ഈ തട്ടമിടുന്നതിന്റെ പേരിൽ സംഘികളുടെ തല്ലുകൊള്ളുന്ന കന്യാസ്ത്രീകൾ ഇവിടെ ഒരു 13കാരിയെ ചട്ടം പഠിപ്പിക്കുകയാണ്, നിയമം പഠിപ്പിക്കുകയാണ്, പഠിത്തം മുടക്കുകയാണ്. സംഖ്യകൾക്ക് ആയുധം സപ്ലൈ ചെയ്യുകയാണ്. നാണമില്ലേ സ്ത്രീയെ? നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ? നോർത്ത് ഇന്ത്യയിൽ കന്യാസ്ത്രീകൾ ജീവൻ കൈപിടിച്ച് പേടിച്ച് ചുരിദാറിട്ടാണ് നടക്കുന്നത്. തല്ലിക്കൊള്ളും എന്ന് പേടിച്ച്. നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്കൊരു 13കാരിയെ വസ്ത്രത്തിന്റെ പേരിൽ അപമാനിക്കാൻ? Anyway, we will follow our management, respective rules and regulation, the same institution, St. Rita's Public School. Surely we will follow that. ഈ കന്യാസ്ത്രീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവർ ഈ കുഴൽ ഉടുപ്പും തട്ടവും ഇട്ട് നിന്ന് വിഷം ചീറ്റണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഇവർ ഈ ആളുകൾ കണ്ടാൽ പേടിക്കുന്ന വിചിത്ര വേഷത്തിൽ എന്തിനാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്? ഞാൻ തപ്പിത്തെരഞ്ഞു ബൈബിള് മൊത്തം. ബൈബിളിൽ എന്തെങ്കിലും കന്യാസ്ത്രീകൾ ഇങ്ങനെ ഈ കുഴലുടുപ്പ് ഇട്ട് വന്ന് നിൽക്കണം എന്ന് പറയുന്നുണ്ടോന്ന് ഞാൻ കണ്ടില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ തലമറയ്ക്കുന്നതിനെ കുറിച്ചുള്ള പ്രധാന ബൈബിൾ നിർദ്ദേശം 1 കൊരിന്ത്യർ 11-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് മതവിശ്വാസപരമായ അവസരങ്ങളിൽ ക്രിസ്ത്യൻ സ്ത്രീകൾ തലമറയ്ക്കണം എന്ന് ബൈബിളിൽ ഏറ്റവും പ്രകടമായി പറയുന്ന ഒരു വാക്യം ഇതാണ്: മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരാഗോള വിശ്വാസ പ്രമാണം എന്ന നിലയിൽ സ്ത്രീകൾ എപ്പോഴും തലമറയ്ക്കുക എന്ന രീതി ക്രിസ്തുമതത്തിലില്ല. ക്രിസ്തുമതമുള്ള അതാത് രാജ്യത്തെ സംസ്കാരവുമായി ചേർന്ന് പോകുന്ന രീതിയാണുള്ളത്. ഉദാഹരണത്തിന് കത്തോലിക്ക സഭയുടെ 1917 കാനോൻ നിയമസംഹിത പ്രകാരം സ്ത്രീകൾ പള്ളിയിൽ തലമറയ്ക്കണമായിരുന്നു. എന്നാൽ 1983 പരിഷ്കരിച്ച നിയമസംഹിതയിൽ നിന്ന് ഈ നിബന്ധന ഒഴിവാക്കുകയും അത് പ്രാദേശിക ആചാരങ്ങൾക്കും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പിനും വിട്ടുകൊടുക്കുകയും ചെയ്തു. ബൈബിളിൽ എവിടെയും കന്യാസ്ത്രീകൾ ഇങ്ങനെ വേഷം കെട്ടി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ നടക്കുന്നത്? അതിന്റെ ഉത്തരം ഇവരുടെ വിശ്വാസം എന്നാണ്. അവരുടെ വസ്ത്രം, അവരുടെ സ്വാതന്ത്ര്യം, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും ധരിക്കാം. അപ്പോ ആ അവകാശം എന്തുകൊണ്ട് ആ 13കാരി കുട്ടിക്ക് ഇല്ല എന്നതാണ്. ഇപ്പൊ ഞാൻ ഈ തട്ടമിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല, എന്റെ സ്വാതന്ത്ര്യം. ആരോടെങ്കിലും തട്ടിടരുതെന്ന് പറഞ്ഞാൽ തട്ടമിട്ട് വന്ന് നിൽക്കുന്ന എന്റെ ഒരു സന്തോഷമാണ്, എന്റെ വസ്ത്രം, എന്റെ സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ്. ആരാണ് ആ സ്ഥാനത്ത് ചിരിക്കുന്ന പോട്ട ഇംഗ്ലീഷ് പറയുന്ന ആ കന്യാസ്ത്രീ? ഹരീഷ് രവി എഴുതുന്നു, ഞങ്ങൾക്കൊപ്പം +1 പഠിക്കാൻ എത്തിയ സിസ്റ്റർ ഹെലിന ആണ് എന്റെ മനസ്സിലേക്ക് 26 കൊല്ലം മുമ്പുള്ള അവരുടെ മുഖം ഓർമ്മ വരുന്നു. ഞാൻ +2 കയറിയ വർഷം ഞങ്ങളുടെ തൊട്ടടുത്ത ബാച്ചിൽ പുതിയ കുറച്ച് കുട്ടികൾ വന്നു ചേർന്നു. അവിടെയുള്ള സുന്ദരിമാരെ കാണാൻ വേണ്ടി പതിവ് പോലെ ആദ്യ ദിവസം ഞങ്ങള് വരാന്തയിൽ നിരന്നു നിന്നു. അതിനിടയിലാണ് അവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്ത വേഷവിധാനത്തോടുകൂടി നീണ്ടു മെലിഞ്ഞ ഒരു പെൺകുട്ടിയെ കണ്ടത്. കർത്താവിന്റെ മണവാട്ടി പട്ടം കിട്ടിയത് കൊണ്ട് കർത്താവിന്റെ മണവാട്ടിയുടെ വേഷം ധരിച്ച ഒരു പെൺകുട്ടി. സ്കൂളിൽ ആരോടും അവർ കൂടുതലായി സംസാരിക്കാറുണ്ടായിരുന്നില്ല. എങ്കിലും അവരുടെ വേഷവും മറ്റും കൂട്ടത്തിലായതുകൊണ്ട് എപ്പോഴും ശ്രദ്ധയിൽപ്പെടും. ഞങ്ങൾ സെക്കൻഡറി അവസാനിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും അവരോട് ഒരിക്കലൊന്ന് സംസാരിച്ചത്. ഇതായിരുന്നു വിഷയം. കൂട്ടുകാർക്കിടയിൽ ചില കുരുത്തക്കേടുകൾ കുമ്പസാരിച്ചാൽ തീരുമോ എന്ന സംശയം തീർക്കാൻ വേണ്ടി ഞാൻ അവരോട് ആദ്യമായും അവസാനമായും സംസാരിക്കാൻ ചെന്നു. എന്റെ ചോദ്യത്തിന് മൗനമായി നിന്നതല്ലാതെ ഒരു മറുപടിയും നൽകാതെ അവർ എന്റെ മുന്നിൽ നിന്ന് പോയി. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും 1000-ഓളം കുട്ടികളുള്ള ആ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ മറ്റാർക്കുമില്ലാത്ത ഒരു വേഷവിധാനം ധരിച്ചു കൊണ്ടുവരുന്ന ഒരേ ഒരാളായിരുന്നു ഇന്നത്തെ സെന്റ് റീത്ത സ്കൂളിന്റെ പ്രിൻസിപ്പലായി നമ്മളെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുന്ന സിസ്റ്റർ ഹെലീന. അന്ന് തൊട്ട് ഇന്ന് വരെ പല സ്ഥലങ്ങളിലും പല സ്കൂളുകളിലും ജോലി സംബന്ധമായിട്ട് ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ മണവാട്ടിമാരുടെ വേഷം ധരിക്കുകയും ഇസ്ലാം മതവിശ്വാസികൾ ഹിജാബ് ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന പെൺകുട്ടികളെ ഞാൻ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. അവിടെയൊന്നും ഒരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല,
അവിടെയൊന്നും സഹപാഠികൾ ഭയന്നല്ല ഇവരുടെ കൂടെ ഇരിക്കുക. ഇപ്പൊ ഈ സിസ്റ്ററുടെ കൂടെ ഈ എഴുതിയ ആളിരുന്നത് പേടിച്ചിട്ടല്ല. ഈ വിഷയം ഉണ്ടായപ്പോൾ മുതൽ പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കുട്ടികൾ ഭയത്തോടെയാണ് ക്ലാസ്സിൽ വരുന്നതെന്ന്. തന്റെ സ്റ്റുഡന്റിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ ഇവർക്ക് എങ്ങനെ മനസ്സുണ്ടാകുന്നു? മതഭ്രാന്ത് മൂത്ത് നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇസ്ലാം മതവിശ്വാസികളുടെ വിശ്വാസപ്രകാരമുള്ള തല മാത്രം മറയ്ക്കുന്ന, മുഖം മറയ്ക്കുന്നില്ല, അവർ നിക്കാബ് ഇടുന്നില്ല, ഹിജാബ് ഇടുന്ന, തല ഹിജാബ് ധരിക്കാൻ പറ്റില്ല എന്നും ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും TC വാങ്ങിച്ചു കൊണ്ടുപോകാൻ കുട്ടിയുടെ പിതാവിനോട് പറയുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു അവസ്ഥ നാട്ടിലുണ്ടാക്കുന്ന ആ കുട്ടിയെ അതിലേക്ക് കൊണ്ടെത്തിച്ച വളരെ മോശമായ ഒരു സാഹചര്യം അധ്യാപകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇതുപോലുള്ള മതവിരോധം മൂത്തവരുടെ മുന്നിൽ നിന്ന് മാറ്റി കുട്ടികളെ വേറെ സ്ഥലത്തേക്ക് ചേർത്ത് പഠിപ്പിക്കുക എന്നാണ് ഇയാൾ എഴുതിയിരിക്കുന്നത്. വളരെ കൃത്യമായി എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ 1000-ഓളം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിൽ ഈ സിസ്റ്റർ കന്യാസ്ത്രീ വേഷം ഇട്ട് പഠിച്ചു. അവിടെ ആർക്കും അവരുടെ തലയിലെ തട്ടം കണ്ട് പേടിയായില്ല. അപ്പൊ അവർ ഇന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക. ഇവിടെ വളരെ ആഴത്തിലൊന്നും ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. ഒരേ ഒരു ചോദ്യമുള്ളൂ നിങ്ങളോട്. ഒരു 13-കാരിക്ക് തലയിൽ തട്ടമിടണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തീരുമാനമെടുക്കും? അല്ലെങ്കിൽ ഞാനിപ്പോ ഇതാ എന്റെ തലയിൽ തട്ടിട്ട് നിൽക്കുകയാണ്, നിങ്ങൾ എന്താ പറയാ? അത് വേണ്ടെന്ന് പറയോ? ആ കുട്ടി അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ, പഠിക്കട്ടെ എന്നാണ് നമ്മൾ പറയുക. പഠിത്തത്തിനാണ് ഇവിടെ പ്രാധാന്യം, അല്ലെ? അതാണ് ഉത്തരം. എല്ലാവരുടെയും ഉത്തരം അത് തന്നെയാണ്. നമുക്കൊന്നും ഇതില് ഒരു കാര്യവുമില്ല. ഇതിൽ കിടന്ന് ഭാഗം പിടിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് തട്ടമിടണമെങ്കിൽ ഇടാം, ഇടാതിരിക്കണമെങ്കിൽ ഇടാതിരിക്കാം. അത് ഒരു കന്യാസ്ത്രീക്കും തടയാൻ കഴിയില്ല. ഭരണഘടന ആ പെൺകുട്ടിക്കൊപ്പമാണ്. ഈ വിഷയത്തിൽ സംഖ്യകൾ ഉറപ്പായും മുതലെടുപ്പ് നടത്തും എന്ന് വെച്ച് പറയാതിരിക്കാനൊന്നും പറ്റില്ല. നിലപാടെടുക്കാതിരിക്കാനും കഴിയില്ല. കർണാടകയിലായാലും കേരളത്തിലായാലും ഹിജാബ് വിഷയം വരുമ്പോൾ തട്ടത്തിനൊപ്പം തന്നെയാണ് നമ്മൾ. ഈ വിഷയത്തിൽ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരാൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സഖാവാണ്. മന്ത്രിയായപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ട്രോളുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയ ആളാണ്. ഇപ്പൊ എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുന്നു. എന്താണ് കാരണം? നിലപാടിന്റെ തെളിമ കൊണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ചിന്തയുടെ ക്ലാരിറ്റിയാണ്. വിദ്യാഭ്യാസ മന്ത്രി ആയതിനു ശേഷം എടുത്ത എല്ലാ തീരുമാനങ്ങളിലും അദ്ദേഹം മനുഷ്യപക്ഷത്തായിരുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. നിറഞ്ഞ സ്നേഹം. ബിഗ് സല്യൂട്ട് സഖാവേ.